പ്രിയരെ നമസ്കാരം. ഞാൻ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് രാജേഷിന്റെ വീട്. രാജേഷ്, കഴിഞ്ഞ ദിവസം വന്ന് വൈഫിന്റെ പാട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പാട്ട് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രേക്ഷകർ നല്ല അഭിപ്രായം പറഞ്ഞു. എന്നെ പേഴ്സണലായിട്ടും വിളിച്ച് പറഞ്ഞു. സുഗന്ധി, പ്രത്യേകം അഭിനന്ദനം കേട്ടോ. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ പാട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയാണ് ഞാൻ വന്നത്. നടന്നില്ല. ഇന്ന് രണ്ടുപേരുടെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹത്തിലാണ് വന്നത്. അപ്പം ഏത് പാട്ടാ പാടാൻ ഉദ്ദേശിക്കുന്നത്? രാജേഷിന്റെ വർക്ക് ഡ്രൈവിംഗ് ആണ്. പിന്നെ ഞാൻ മെയിൻ ഫീൽഡിൽ ഹോൾസെയിൽ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന് ഡ്രൈവിംഗ് ഉണ്ട്. അതിനാ വെളുപ്പിനുള്ള പരിപാടി. ഈ സീസൺ കഴിയുമ്പോൾ എന്നോട് വിളിക്കുമോ? വിളിക്കാം. മീന് നല്ല മീനൊക്കെ തരാം. മീൻ തരാനില്ല, ജോലിക്ക് വിളിക്കുമെന്ന് ചോദിച്ചു. ജോലിക്ക് വിളിക്കാം. എനിക്കൊരു മടിയില്ല. കാരണം ഞാൻ ഇപ്പം പഞ്ഞവാക്ക് പറയല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ചെയ്യാത്ത ജോലിയൊന്നും ഇല്ല. മിമിക്രി കളപ്പം മിമിക്രി, നാടൻ പാട്ടിലും നാടൻ പാട്ട്, തബലെങ്കിൽ തബല, കീബോർഡ് കീബോർഡ്, മൈക്കാണെങ്കിൽ മൈക്കാട്, വേലി കെട്ടാൻ പോകും, കട്ടില് പ്ലാസ്റ്റിക് ഇടാൻ പോകും, എല്ലാ പരിപാടിയും ഉണ്ട്. എനിക്ക് കേക്ക് ഇവിടെ വന്നപ്പോ ഞാനത് ആദ്യം പറയേണ്ടതാണ്. വന്നപ്പോ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോട്ടോ. രാജേഷ് സാബു പറഞ്ഞെങ്കിലും ഇതാ രാജേഷ് തരത്തിൽ ഞാൻ ജൂബിലി കളിക്കുമ്പം ഞാൻ പരിപാടിയൊക്കെ വന്ന് കണ്ടിട്ടുണ്ടല്ലേ, കളിക്കുമായിരുന്നു. അപ്പം പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഏതൊരു നടന്മാരുടെ ശബ്ദം താൻ ആരുവാ? തന്റെയും തന്റെ മകളെ ഇവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്കിട്ടോടെ. എന്തുവാടെ രവീന്ദ്ര, തന്റെയും തന്റെ മകളെ കാര്യം ഞാൻ മേയ്ക്കും സൈക്കിളും വെച്ച് അനൗൺസ്മെന്റ് ചെയ്യും. ഒന്ന് പോടെ. നിനക്കൊരു വടിയെടുത്തു തലാൽമേലായിരുന്ന നിന്റെ മന്ദം കൈകൊണ്ടെന്ത് തല്ലാടാതല്ല. എടി പെണ്ണ, ഇനി എന്നെ മുറ്റത്താങ്ങാനും ചേരോട്ടുണ്ടെങ്കിൽ കാലിന്റെ കുതി ഞാൻ വെട്ടും. കൺമണി അൻപോടു കാതലൻ ഞാൻ എഴുതും കടിതമേ. പാട്ട് വരെ പഠിച്ചിട്ടില്ല. നാനും കൺമണി എന്ന് சொல்லி ഇനി പൊന്മണി പോട്ടുക്കോ. പൊന്മണി പൊൻവീട്ടിൽ സൗഖ്യമാ, நான் இங்க சௌக்கியமே. ஒன்ன நினைச்சு பார்க்கும்போது கவிதை அறிவு மாறி கொட்டது. எழுதா வார்த்தை ரொம்ப பிரமாதமா இருக்கு. உன்னை எண்ணி பார்க்கையில் கவிதை கற்றுது, அது எழுதும் நினைக்கையில் வார்த்தமிட்டுது. பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்க சௌக்கியமே. മച്ചമ്പി എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്ന? ഓ എന്തളിയാ, ഞാനൊരു ഗുളിക തപ്പി ഇറങ്ങിയതാ. എനിക്ക് മനസ്സിലായി ഗോപികൃഷ്ണ. എല്ലാത്തിലും നെല്ലിക്കാത്തളത്തിന്റെ ആവശ്യമുണ്ട്. അണ്ണൻ, അക്ക, ചക്ക, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവിൽ, വേലക്കാരിയായിരുന്നു മോഹവിൽ, വേലക്കാരിയായിരുന്നു മോഹവിൽ, നീ എൻ പുന്നകൈ മന്നൻ. അയ്യേ, എന്റെ പവിഴം പാടിക്കൂ. നമ്മുടെ ശാന്തി മുഹൂർത്താണ്. മാലയ കുളിർ മഞ്ഞും മാറ്റോലും തൂവലാൽ മഞ്ഞൾ പൂ പണമെങ്ങും തൂകും നേരം. നീ എന്റെ ലോല ലോല മാമുൾക്കൂടിലെ മൃദുഗണങ്ങൾ മധുഗണങ്ങൾ തഴുകുമെന്നോ. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം ഉള്ളിൽ പൂവും, ഉള്ളിനുള്ളിൽ താലോലം തളം തേടും. കാണാ പൂഞ്ചെപ്പിലെ തെങ്കാശി കുങ്കുമം എല്ലോളം ഉള്ളി നോക്കവേ. നാടോടി കിളി പാടും നവേറും നീണവും നല്ലോലക്കുടമേന്തും ഉള്ളോർ പെണ്ണും. നാലെല്ലാം തൊടി നീളേ നെയ്യും പൂവാലിയും പേരാൻ പൂങ്കുട ചൂടും നഗക്കാവും.
നാം തമ്മിലൊന്നു ചേരുമീയാമങ്ങളിൽ അഴകൊഴിഞ്ഞു വരമണിഞ്ഞു ഉണരുമെന്നോ വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും